ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LM നമ്മൾ എന്ന കോർഡിനേറ്റ്സ് ആണ് റിവിഷൻ ചെയ്യുന്നത്. പാർട്ട് 1 ഭാഗം 1 സൂചക സംഖ്യകൾ. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് പോയിന്റ്സ് ഓൺ എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്. 2 2 0 3 4 0 -5 0 1 4. അതായത് എക്സ് അക്ഷത്തിലെ അല്ലെങ്കിൽ വൈ അക്ഷത്തിലെ ബിന്ദുക്കൾ ഏതെന്ന് എഴുതുക. ഒരു മാർക്കേ ഉള്ളൂ. നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് നോക്കിക്കേ, 2 2 ഒരക്ഷങ്ങളിലും അല്ല. എക്സ് അക്ഷത്തിലാണെങ്കിൽ ഒരു ബിന്ദു എക്സ് അക്ഷത്തിലാണെങ്കിൽ അതിൻ്റെ വൈ 0 ആയിരിക്കും, വൈ അക്ഷത്തിലാണെങ്കിൽ അതിൻ്റെ എക്സ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് അക്ഷത്തിൽ എക്സ് ആക്സിസിൽ ഏതൊക്കെയുള്ളതെന്ന് നോക്ക്. എക്സ് ആക്സിസിലാണെങ്കിൽ വൈ 0 ഉള്ളത് ഏതാണ്ട് രണ്ടെണ്ണം വൈ 0 ആണ് അല്ലേ. 4 0 4 0 -5 0. ഇനി വൈ അക്ഷത്തിലാണെങ്കിൽ വൈ ആക്സിസിലാണെങ്കിൽ അതിൻ്റെ എക്സ് 0 ആയിരിക്കും. അത് ഏതാണ്? 0 3. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് രണ്ടെണ്ണം അക്ഷങ്ങളിൽ, രണ്ട് അക്ഷങ്ങളിലും അല്ലാത്ത ബിന്ദുവാണ്. ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ OAPB is a rectangle. The coordinates of P is 7 5. Find the coordinates of A, find the coordinates of B. OAPB ഒരു ചതുരമാണ്. പിയുടെ സൂചക സംഖ്യകൾ 7 5 ആണ്. എയുടെ സൂചക സംഖ്യകൾ എഴുതുക, ബിയുടെ സൂചക സംഖ്യകൾ എഴുതാം. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, O എന്ന് പറയുമ്പോൾ 0 0. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കോർഡിനേറ്റ് ഇത് എക്സ് ആക്സിസിലെ പോയിന്റ്, അതിൻ്റെ വൈ 0 ആയിരിക്കും അല്ലേ. നോക്കിക്കേ, പാരലൽ ടു വൈ ആക്സിസ്, അപ്പം എക്സ് 7 തന്നെ ആയിരിക്കും. അപ്പം പാരലൽ ടു വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് സെയിം. പാരലൽ ടു എക്സ് ആക്സിസ് വൈ കോർഡിനേറ്റ് സെയിം. അങ്ങനെയാണ്. ഇത് എത്രയായിരിക്കും? അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? 7 യൂണിറ്റ്. 7 0 to 7 5 എത്ര ഡിസ്റ്റൻസ്? 5. ഇവിടെയും ഡിസ്റ്റൻസ് 5, ഇവിടെയും 7. ഇവിടെ എത്ര വരും? 0. പിന്നെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇവിടെ 5 ആണ്, ഇവിടെയും 5 ആയിരിക്കും. അപ്പം നമ്മുടെ ആൻസർ നമുക്ക് എഴുതാം A 7 0 B 0 5. ഇത്രയേ ഉള്ളൂ. ഓക്കെ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, A39 C812 are the coordinates of two opposite vertices of a rectangle whose sides are parallel to the coordinate axis. Find the coordinates of other two vertices of the rectangle. Find the length of the sides of the rectangle. വശങ്ങൾ അക്ഷത്തിന് സമാന്തരമായ ചതുരത്തിന്റെ രണ്ട് എതിർമൂലകളുടെ സൂചകസംഖ്യകളാണ് A 3 9 C 8 12. മറ്റ് രണ്ട് എതിർമൂലകളുടെ സൂചകസംഖ്യകൾ കണ്ടുപിടിക്കുക. ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം ആദ്യം നമുക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ബിയുടെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? ഇവിടെ നോക്കിക്കേ, AB എന്ന് പറയുന്ന വശം എക്സ് ആക്സിസിന് പാരലാണ്. എക്സ് ആക്സിസിന് പാരൽ ആകുമ്പോൾ അതിൻ്റെ എന്ത് ഈക്വൽ ആയിരിക്കും? വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇവിടെ 9 ആയതുകൊണ്ട് ഇവിടെയും 9 തന്നെ ആയിരിക്കും. 9. പിന്നെ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നോക്കിക്കേ, 8 അല്ലേ. അപ്പോൾ ഇത് ഏതിന് പാരലാണ്? വൈ ആക്സിസിന് പാരലാണ്. വൈ ആക്സിസിന് പാരലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഈക്വൽ, എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ വൈ കോർഡിനേറ്റ് ഈക്വൽ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? ബിയുടെ കോർഡിനേറ്റ് 8 9 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ അകലം നോക്കിക്കേ, 3 9 to 8 9. വൈ ഈക്വൽ അല്ലേ. അപ്പോൾ എക്സ് കുറച്ചപ്പോൾ 8 ന് 3 പോയാൽ 5 യൂണിറ്റ്. ഇവിടെ നോക്കിക്കേ, 8 9 ന് 8 12, 9 ന് 12 വരെ എത്ര ദൂരമുണ്ട്? 3 യൂണിറ്റ് അല്ലേ. അപ്പോൾ ആൻസറൊക്കെ ആയില്ലേ? നമുക്ക് ആൻസർ ചെയ്താൽ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഡിയുടെ കോർഡിനേറ്റ്സ് കണ്ടില്ല, ഡിയുടെ കോർഡിനേറ്റ്സ് കൂടി കാണാം. നമുക്ക് ഡിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഡിയുടെ കോർഡിനേറ്റ്സ് ഇവിടെ നോക്കിക്കേ, ഇതെന്താണ്? പാരലൽ ടു എക്സ് ആക്സിസ്, വൈ കോർഡിനേറ്റ് ഈക്വൽ. അപ്പോൾ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് തന്നെ ആയിരിക്കും. പാരലൽ ടു വൈ ആക്സിസ് എക്സ് കോർഡിനേറ്റ് ഈക്വൽ. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് തന്നെ ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് നല്ലതുപോലെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നോക്കിക്കേ, ഡിസ്റ്റൻസ് 12 - 9 3.
ഇവിടെ 12 മൈനസ് 9 3 8 മൈനസ് 3 5 8 മൈനസ് 3 5 എല്ലാം കിട്ടിയില്ലേ? നമുക്കിനി ആൻസർ ചെയ്താം. ഒന്നാമത്തേൻ്റെത് കോർഡിനേറ്റ്സ് B 8 9 D 3 12. ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഏതൊക്കെയാണ്? 5 യൂണിറ്റ്സ് ആൻഡ് 3 യൂണിറ്റ്സ്. ലെങ്തും ബ്രെഡ്ത്തും 5ഉം 3. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ഡ്രോ ദ XY ആക്സസ് ആൻഡ് മാർക്ക് പോയിന്റ്സ് A-1 to B3 to C35. Draw the triangle formed by joining these points. Write the coordinates of any point on the line passing through C and parallel to AB. ചോദ്യം മനസ്സിലായല്ലേ? XY എന്ന അക്ഷരങ്ങൾ വരച്ചിട്ട് ഈ 3 ബിന്ദുക്കൾ തന്നിട്ടുണ്ട്. ആ 3 ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. ആദ്യത്തെ ചോദ്യം, ആ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് ത്രികോണം വരയ്ക്കുക. രണ്ടാമത്തെ ചോദ്യം, AB-ക്ക് പാരലായി സമാന്തരമായി സിയിൽ കൂടി കടന്നു പോകുന്ന വരയുടെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പം നമുക്ക് ചിത്രം വരയ്ക്കണമെങ്കിൽ ഈ ചോദ്യം വായിച്ചേ പറ്റൂ. ഓക്കെ, ചിത്രം വരയ്ക്കാൻ വേണ്ടി അക്ഷരങ്ങൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ എത്ര വരെ അടയാളപ്പെടുത്തണം? -1 തൊട്ട് 3 വരെ. -1 0 1 2 3. Y എത്ര വരെ? 5 വരെ അടയാളപ്പെടുന്നത്. 1 2 3 4 5. ഇനി തന്നിരിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. -1 2. -1 മുകളിൽ 2ന്റെ നേർക്ക്. -1 2. ഇനി അടുത്ത 3 മുകളിൽ 2 നേർക്ക്. നോക്കിക്കേ, 3 മുകളിൽ 2 നേർക്ക്. നിങ്ങൾ എക്സാമിനേഷന് ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് തെറ്റൊന്നും സംഭവിക്കത്തില്ല. 1 5. 1 മുകളിൽ 5ന്റെ നേര്. 1 മുകളിൽ 5ന്റെ നേര്. 1 5. ഇനി നമുക്ക് യോജിപ്പിക്കാം. പേര് കൊടുക്കാം ABC. അപ്പം ഒന്നാമത്തെ ആൻസറായി ചിത്രം വരച്ചു. ഇനി രണ്ടാമത്തെ സി കൂടി ഒരു എക്സ് അക്ഷത്തിന് AB-ക്ക് സമാന്തരമായി സി കൂടി ഒരു രേഖ വരച്ചാൽ ആ രേഖയിലെ ബിന്ദുക്കൾ ഏതാണ്? എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖ വരച്ചാൽ അതിൻ്റെ y തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഏത് ബിന്ദു വേണമെങ്കിലും എഴുതാം. 1 5 1 5 ഉണ്ട്. നമുക്ക് 3 5 -1 5 ഏത് വേണമെങ്കിലും എഴുതാം. ഈ വരയിൽ ഏത് ബിന്ദുക്കൾ എഴുതിയാലും y എന്തായിരിക്കണം? 5 തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം. നമ്മൾ 4 ചോദ്യങ്ങൾ കഴിഞ്ഞു. അടുത്ത ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.